ഇപ്പോൾ പുട്ടും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാക്ക. അപ്പോൾ കാക്കക്ക് പത്തിരി അതേപോലെ നൂൽപുട്ട് അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ അധികം പുട്ട്, ഉപ്പുമാവ് അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡും കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാട്ടോ നമ്മളെ വീട്, പള്ളിയുടെ അപ്പുറത്ത് കാണുന്നത്. ഇത് കാക്ക എനിക്ക് വന്നപ്പോൾ ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ നല്ല അലമാര നേരെയാക്കുമ്പോഴാണ് എടുത്തൊരു വീഡിയോസ് തന്നെ കേട്ടോ. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ അനിയത്തി കൊണ്ടുവന്നത് തന്നെ കേട്ടോ, ബഹ്റൈനിന്ന്. എനിക്കല്ല എൻ്റെ മൂക്ക് ഉപയോഗിക്കാത്തപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. പിന്നെ ഇത് പിന്നെ കണ്ണിലിറ്റിക്കണ ഒക്കെ മരുന്ന്, ചുമട മരുന്ന്. ഇത് പിന്നെ ഡോക്ടർ എഴുതി തന്നതാണ് കേട്ടോ. ചൂടിന് എനിക്ക് ഇതൊക്കെ കുറേ ഡേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ തലയിൽ തേക്കുന്നൊരു ഓയിലാട്ടോ, ഹെയർ ഓയിൽ. ഈ ഗ്ലിസറിനാണ് കേട്ടോ ഇത് ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കണം നല്ലതാട്ടോ. കാക്ക ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. കാക്കൊക്കെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ പുറത്ത് പോയതാട്ടോ. ഈ ഗ്ലിസറിൻ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ കാണണേ. യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ അത് എന്താവുമെന്ന് ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എനിക്കറിയില്ലായിരുന്നു. നല്ലതാട്ടോ ഉപയോഗിക്കണേ. ഷീലാമ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ, അത് വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കണത് നല്ലതാണെന്ന്. പിന്നെ വേറെ ഒരു നടിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ ഒരു ഇലക്കൊക്കെ ഇങ്ങനെ ഒരു കേട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഉള്ളിയുടെ തോല് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതാട്ടോ. ഈ എന്ത് സംബന്ധമായ എന്ത് കേടുകൾ വന്നു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ. ഈ കൊറോണ വന്ന ടൈമിൽ എല്ലാവരും ഒരു ചെടി നടലുണ്ടായിരുന്നല്ലോ വീടുകളിൽ കൂടി. ആ സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെടിയൊക്കെ. അന്ന് എനിക്ക് എൻ്റെ അടുത്ത പരിയത്തെ ഒരു താത്ത പറഞ്ഞതാണ് ഈ ഒരു സംഭവം. അപ്പോൾ രാത്രി വന്നപ്പോൾ എനിക്ക് കാക്കത്തെ പോലെ ചിക്കൻ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിക്കോട്ടോ പപ്സ് കഴിച്ചിട്ട്.